ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ റുപ്പേ ഡെബിറ്റ് കാർഡ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അല്ലേ. റുപ്പേ ഡെബിറ്റ് കാർഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊരു ഡൊമസ്റ്റിക് ഡെബിറ്റ് കാർഡാണ്. ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡൊമസ്റ്റിക് ഡെബിറ്റ് കാർഡാണ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഡാണ്. അതുപോലെ തന്നെ അക്സെപ്റ്റഡ് അറ്റ് ഓൾ ATMs ആൻഡ് പോയിന്റ് ഓഫ് സെയിൽസ് മെഷീൻസ്, അതും കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓൾ ഓഫ് ദി എബോവ്. മൂന്നും കറക്റ്റാണ്. ഓക്കെ, ഓൾ ഓഫ് ദി എബോവ് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് റുപ്പേ ഡെബിറ്റ് കാർഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് റുപ്പേ കാർഡ് അല്ലെങ്കിൽ റുപ്പേ ഡെബിറ്റ് കാർഡ് എന്നാണ് നമ്മുടെ ചോദ്യം വന്നിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ബേസിക്കലി റുപ്പേ കാർഡ് എന്ന് മനസ്സിലാക്കുക. റുപ്പേ ഡെബിറ്റ് കാർഡ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടു. അത് നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ കാണുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് റുപ്പേ കാർഡ് എന്നുള്ളൊരു ബ്രോഡർ ആസ്പെക്റ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ റുപ്പേ ഈസ് ഇന്ത്യസ് ഇൻഡിജീനിയസ് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ലോഞ്ച്ഡ് ബൈ ദി നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇൻ 2012. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇതിൽ തന്നെ 3 ക്വസ്റ്റ്യന് സാധ്യതയുള്ള പോയിന്റുകൾ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയുള്ള റുപ്പേ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇൻഡിജീനിയസ് പേയ്മെൻറ്റ് നെറ്റ്വർക്കാണ്. ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡൊമസ്റ്റിക് എന്നാണ് ഇൻഡിജീനിയസിൻ്റെ അർത്ഥം വരുന്നത് കേട്ടോ. ഡൊമസ്റ്റിക് പേയ്മെൻറ്റ് നെറ്റ്വർക്കാണ് എന്തെന്ന് പറയുന്നത് റുപ്പേ എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്, NPCI ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അത് ചെയ്യുന്ന വർഷം എന്ന് പറയുന്നത് 2012. ഓക്കെ, ഇനി നോക്കിയോളുക. റുപ്പേ ഈസ് ആൻ അമാൽഗമേഷൻ ഓഫ് ദി വേർഡ് റുപ്പി ആൻഡ് പേയ്മെൻറ്റ്. അതും നല്ലൊരു പോയിന്റാണ്. എന്താ, റുപ്പിയുടെയും അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെയും ഒരു എന്താണ് അമാൽഗമേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പേരാണ് എന്ത്, റുപ്പേ എന്ന് പറയുന്നത്. ഓക്കെ, റുപ്പിയും പേയ്മെൻറ്റ് RU പിന്നെന്താണ് PAY. അതുകൊണ്ടാണ് നമ്മൾ ആ റുപ്പേ എന്ന് പറയുമ്പോൾ R ക്യാപിറ്റലും P ക്യാപിറ്റലുമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ കാർഡിൽ തന്നെ നോക്കിയാൽ നമുക്കറിയാം അല്ലേ. റുപ്പേ എന്ന് പറയുമ്പോൾ എന്താണ്, R ക്യാപിറ്റലും അതുപോലെ തന്നെ Pയും ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ രണ്ടും അമാൽഗമേറ്റ് ചെയ്ത്, ആ 2 വാക്കുകൾ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ടാണ് റുപ്പേ എന്ന് പറയുന്ന ആ ഒരു വാക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, റുപ്പിയും പേയ്മെൻറ്റും ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ. ഇനി നോക്കിക്കൊള്ളുക. ഇറ്റ് ഓഫേഴ്സ് എ സെക്യൂർ ലോ കോസ്റ്റ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് വയ ഡെബിറ്റ്, ക്രെഡിറ്റ് ആൻഡ് പ്രീപെയ്ഡ് കാർഡ്സ്. അപ്പോൾ ഇതിൻ്റെ വേരിയസ് പ്രൊഡക്റ്റുകളാണ് പറയുന്നത്. റുപ്പേക്ക് എന്തുണ്ട്, ഡെബിറ്റ് കാർഡുകളുണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുണ്ട്, പ്രീപെയ്ഡ് കാർഡ്സും റുപ്പേ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ദേ ഓഫർ സെക്യൂർ ലോ കോസ്റ്റ് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ്. അപ്പോൾ സെക്യൂർ ആയിട്ടുള്ള, ഹൈലി സെക്യൂർ ആണ് കേട്ടോ. കാര്യം എന്താണ്, റുപ്പേ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹൈലി സെക്യൂരിറ്റിയോട് കൂടിയാണ്. ഫിഷിംഗ് എല്ലാം മാക്സിമം കുറവായിരിക്കും. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാക്കിയുള്ള ആൾക്കാർക്ക് ഇൻക്ലൂഡ് ചെയ്ത് അതിൽ നിന്നും പൈസ എടുക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ സെക്യൂർ ആണ്, അതുപോലെ തന്നെ ലോ കോസ്റ്റ് ആണ്. അവിടെ ചാർജസ് എന്ന് പറയുന്നത് വളരെ 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 തുച്ഛമായിട്ടുള്ള ചാർജസ് ആണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് വളരെ എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, അതുപോലെ തന്നെ പ്രീപെയ്ഡ് കാർഡുകൾ ആണ് റുപ്പേ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് എനേബിൾസ് വൈഡ് സ്പ്രെഡ് ആക്സസ് ടു ATMs, POS ടെർമിനൽസ്, പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസ്, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, സിഗ്നിഫിക്കൻ്റ്ലി സ്ട്രെങ്തനിങ് ദ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റുപ്പേ വരുന്നതിന് മുമ്പ് 2012 വരെ നമ്മൾ ആക്ച്വലി ചെയ്തുകൊണ്ടിരുന്നത്, ഇൻഡിജീനിയസ് ആയിട്ട് നമുക്കൊരു പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ഇല്ലാതിരുന്ന ഒരു സമയത്ത് നമ്മൾ ആക്ച്വലി ഫോറിൻ പേയ്മെൻറ്റ് നെറ്റ്വർക്ക്സിനെ നമ്മൾ റിലേ ചെയ്തുകൊണ്ടിരുന്നു. ആക്ച്വലി നമുക്കിപ്പോൾ അറിയാം, എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടിൽ, ഇതും നമുക്ക് പ്രാക്ടിക്കൽ സെൻസിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മിക്ക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കൊടുക്കുന്നത് ഇതുപോലത്തെ റുപ്പേ കാർഡുകളായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുത്താലും റുപ്പേ ക്രെഡിറ്റ് കാർഡ്സ് അവൈലബിൾ ആണ്. റുപ്പേ ഡെബിറ്റ് കാർഡ്സ് ആണ് മിക്ക ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും കൊടുക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റ്വർക്ക്സ് ആണ് എന്ത്, വിസ. ഇപ്പോഴും ഉള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ശൃംഖലകളാണ് എന്ത്, വിസ, മാസ്റ്റർ കാർഡ്, അതുപോലെ JCB എന്ന് പറയുന്ന പേയ്മെൻറ്റ് നെറ്റ്വർക്ക്സ്, ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന പേയ്മെൻറ്റ് നെറ്റ്വർക്ക്സ് ഉണ്ട്. അമേരിക്കൻ കമ്പനികളാണ് ഇവരെല്ലാം. ഓക്കെ, അപ്പോൾ അമേരിക്കൻ എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതുപോലെയുള്ള നെറ്റ്വർക്ക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ അകത്തുള്ള പേയ്മെൻറ്റുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ചാർജസ്, ഈ ഒരു ലോ കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അവിടെ നടക്കാതിരിക്കുകയും വലിയ വലിയ ചാർജസ് ഈടാക്കുകയും ഈ ചാർജുകളെല്ലാം ഇന്ത്യയിലേക്കല്ലാതെ എന്ത് ചെയ്യും, വിദേശ രാജ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു അവസ്ഥ കണക്കിലെടുത്ത്, മുൻകൈയെടുത്ത് കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടുള്ള നമ്മുടെ ഡാറ്റാസ് എല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കുക എന്നുള്ളൊരു ഐഡിയോളജി വെച്ചുകൊണ്ട് ലോ കോസ്റ്റിൽ മിനിമം ചാർജസ് വെച്ച് ഡൊമസ്റ്റിക് ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമുക്കൊരു പേയ്മെൻറ്റ് നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് എന്ത് വരുന്നത്, റുപ്പേ സിസ്റ്റം വരുന്നത്. ഓക്കെ,
അപ്പോൾ എന്താണ് ATM വഴിയും അതുപോലെ തന്നെ പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസ് വഴിയും. പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? സ്വൈപ്പിംഗ് മെഷീൻസ് ആണ് അല്ലേ? നമ്മൾ മറ്റേ ഈ ഷോപ്പിങ്ങിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ ലാസ്റ്റ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ ക്യാഷ് കൊടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് എന്താ പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസ് എന്ന് പറയുന്നത്. കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് വഴിയും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റുപ്പേയുടെ കാർഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ റുപ്പേ കാർഡുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് കീ ആസ്പെക്റ്റുകളാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോളാം. ഇതിന് പല വേരിയൻസ് ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, റുപ്പേ എന്ന് പറയുന്ന ഡെബിറ്റ് കാർഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആക്ച്വലി അതിന് ഡെബിറ്റ് കാർഡ്സ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, പ്രീപെയ്ഡ് കാർഡ്സും ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയോളാം. ഈ കാർഡുകൾ എല്ലാത്തിനും എന്തുണ്ട്? കോൺടാക്ട്ലെസ് ഓപ്ഷൻസ് ഉണ്ട്. കോൺടാക്ട്ലെസ് ഓപ്ഷൻസ് അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാർഡ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പോയിന്റ് ഓഫ് സെയിൽസ് മെഷീൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുട്ടിച്ചാൽ മതി. സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മുട്ടിച്ചാൽ മതി. എന്ത് ചെയ്യും? പേയ്മെൻറ്റ് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് ഈ ഒരു വൈഫൈ സിമ്പിളുള്ള കാർഡുകൾ ഇതുപോലെ നമ്മുടെ ഫോണിൽ കാണുന്ന ഈ ഒരു വൈഫൈ സിമ്പിൾ ഇല്ല, അതുപോലത്തെ വൈഫൈ സിമ്പിളുള്ള കാർഡുകൾ മെയിൻലി എന്തായിരിക്കും? ഈ ഒരു കോൺടാക്ട്ലെസ് ഓപ്ഷൻസ് ഉള്ള കാർഡുകളായിരിക്കും. ഓക്കെ, ടാപ്പ് ചെയ്താൽ മതി, നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് പോകും. ഇനി നോക്കിക്കൊള്ളുക, സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ പ്രൈവസി. നേരത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അമേരിക്കൻ കമ്പനികളെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഡാറ്റ പ്രൈവസിയും സെക്യൂരിറ്റിയും ഒരിക്കലും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ലായിരുന്നു. അങ്ങനത്തെ കേസുകളിൽ ഈ ഒരു റുപ്പേ വന്നതോടുകൂടി നമുക്കത് കൃത്യമായിട്ട് നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് പ്രോസസ്സിംഗ് ഹാപ്പൻസ് വിത്തിൻ ഇന്ത്യക്കകത്ത് തന്നെ ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ ഡാറ്റ സെക്യൂർ ആണ്, റെഡ്യൂസസ് ഫിഷിംഗ് റിസ്ക്സ്. എന്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫിഷിംഗ് റിസ്ക് വരാൻ സാധ്യതയുള്ള നമ്മൾ ഈ ഒരു വെളിയിലുള്ള കമ്പനികളുടെ സേവനം എടുക്കുമ്പോഴാണ്. കാര്യം അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള റിസ്ക്കുകളൊക്കെ കുറച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് കൊണ്ട് ആ ഡാറ്റ സെക്യൂർ ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി ലോ കോസ്റ്റ് ആണ്. ലോ കോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് എന്ത്? ലോ കോസ്റ്റ് എന്ന് പറയുന്നത്. റുപ്പേ ഓഫേഴ്സ് ലോ ട്രാൻസാക്ഷൻ ഫീസ് കമ്പയർഡ് ടു ദി ഗ്ലോബൽ നെറ്റ്വർക്ക്സ് ലൈക്ക് വിസ ആൻഡ് മാസ്റ്റർ കാർഡ്, ബെനിഫിറ്റിംഗ് ബോത്ത് കൺസ്യൂമേഴ്സ് ആൻഡ് മെർച്ചൻസ്. അപ്പോൾ രണ്ടുപേർക്കും കൺസ്യൂമേഴ്സിനും മെർച്ചൻസിനും ഒരുപോലെ തന്നെ എന്താണ്? ലോ ട്രാൻസാക്ഷൻ ഫീസാണ് റുപ്പേ ഈടാക്കുന്നത്. അതുവഴി ട്രാൻസാക്ഷൻസ് എന്താണ്? കൂടുതൽ റുപ്പേ വഴി നടക്കുന്നു എന്നുള്ളൊരു വലിയൊരു ബെനിഫിറ്റാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഗ്ലോബൽ റീച്ച് റുപ്പേക്ക് ഇപ്പോൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഗ്ലോബൽ റീച്ച് ഉണ്ട്. കാര്യം എന്താണ്? ഇന്ത്യക്കകത്ത് മാത്രം ഡൊമസ്റ്റിക്കലി ഉപയോഗിക്കുന്നത് മാത്രമല്ല, നമുക്കിപ്പോൾ അമേരിക്കൻ കമ്പനിക്ക് പേയ്മെൻറ്റ് നടത്തണം, ഇല്ലെങ്കിൽ അമേരിക്കയുടെ എന്തെങ്കിലും സർവീസ് നമുക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് വാങ്ങിക്കുന്നെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? റുപ്പേ കാർഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഗ്ലോബൽ റീച്ച് വരുന്നുണ്ട്. കാര്യം എന്താണ്? പാർട്ണർഷിപ്പ് വിത്ത് ഡിസ്കവർ ആൻഡ് JCB അലൗസ് സം റുപ്പേ കാർഡ്സ് ടു ഹാവ് ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ്. കാര്യം എന്താണ്? JCB ഞാൻ പറഞ്ഞു നേരത്തെ എന്താണ്? JCB ഡിസ്കവർ എന്ന് പറയുന്നത് ആക്ച്വലി അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. JCB എന്ന് പറയുന്നത് ഡിസ്കവർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള വേറെ നെറ്റ്വർക്കുകളാണ്, പേയ്മെൻറ്റ് നെറ്റ്വർക്കുകളാണ്. അപ്പോൾ അവരുമായിട്ട് എന്താണ് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് റുപ്പേ കാർഡ്സിനും എന്ത് വരുന്നുണ്ട്? ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസ് വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ സൈഡിൽ കാണുന്ന കാർഡ് ബാങ്ക് ഓഫ് ബറോഡയുടെ റുപ്പേ ക്രെഡിറ്റ് കാർഡാണ്. ആക്ച്വലി ഇതിന് എന്തുണ്ട്? JCBയുമായിട്ടൊരു അലയൻസ് ഉണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യാം? ഈ ഒരു കാർഡ് വഴി പോസിബിൾ ആവും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. ഇന്ത്യക്കകത്തുള്ള മാത്രമല്ല, ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സും ഇതിൽ പോസിബിൾ ആവും. ഓക്കെ, ഇനി ഗവൺമെൻറ് ഫോക്കസ് മെയിൻലി ഈ റുപ്പേ കാർഡുകൾ കൊണ്ടുവരുന്നത് ഹെവിലി യൂസ്ഡ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് പ്രധാനമന്ത്രി ജൻധൻ യോജന. അപ്പോൾ റുപ്പേ കാർഡുകൾ മെയിൻലി ഇപ്പോൾ ബാങ്കുകൾ വഴിയെല്ലാം റുപ്പേ കാർഡുകളാണ് കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റുപ്പേ അല്ല, വിസയും മാസ്റ്റർ കാർഡ് എല്ലാം നമുക്ക് മാറ്റിത്തരും. പക്ഷേ എന്നാലും ഏറ്റവും ഇനിഷ്യേറ്റീവ് ആദ്യം എടുക്കുന്ന റുപ്പേ കാർഡുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നത് എന്തുവാണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണ് അതുവഴി ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയോളൂ. ഓക്കെ, ഇനി റുപ്പേ ഡെബിറ്റ് കാർഡിനെ പറ്റി പറയുന്നൊരു കേസാണ്. റുപ്പേ ഡെബിറ്റ് കാർഡിനെ പറ്റിയായിരുന്നു നമ്മുടെ ചോദ്യം ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ഡൊമസ്റ്റിക് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു. NPCI ആണ് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ എല്ലാ ATMസിലും അത് കൃത്യമായിട്ട് അത് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാം റുപ്പേ ഡെബിറ്റ് കാർഡ്സ് എന്താണ്. റുപ്പേ ഡെബിറ്റ് കാർഡ്സ് ഇസ് ലൈക്ക് എനി അതർ ഡെബിറ്റ് കാർഡ് that can be used for cash withdrawals at the ATMs, for online transactions and making card payments, POS terminals. അതുപോലെ തന്നെ NPCI ആണ് റുപ്പേ ഡെബിറ്റ് കാർഡുകൾ പുറത്തിറക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. റുപ്പേ എന്ന് പറയുന്ന ആ ഒരു പേയ്മെൻറ്റ് നെറ്റ്വർക്കാണ് എന്ത് ചെയ്യുന്നത്? NPCI കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കുക. അതിലുള്ള വേരിയൻസ് ആണ് എന്താ? റുപ്പേ ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി റുപ്പേ ക്രെഡിറ്റ് കാർഡ് നോക്കിക്കൊള്ളുക. റുപ്പേ ക്രെഡിറ്റ് കാർഡും സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഈ ഡെബിറ്റ് കാർഡ് പോലെ തന്നെയാണ്. പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സോടെ വർക്ക് ചെയ്യുന്ന ഒരു
റുപ്പേ നെറ്റ്വർക്കിൻ്റെ ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു കാർഡാണ് റുപ്പേ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പുതിയ ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ടു വർക്ക് സീംലെസ്ലി വിത്ത് UPI ഫോർ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ്സ് അലൗവിങ് യൂസേഴ്സ് ടു സ്കാൻ QR കോഡ്സ് ആൻഡ് പേ വയ ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ UPIs ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് അല്ലേ. ഗൂഗിൾ പേ, ഫോൺ പേ പോലത്തുള്ള എല്ലാ സൂപ്പർ മണി, Paytm അതുപോലെ എല്ലാ പേയ്മെൻറ്റ് പാർട്ടിസിപ്പൻസ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്ന ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നെറ്റ്വർക്ക് തന്നെ നമുക്ക് ഇന്ത്യയ്ക്കുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ UPI വഴി പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് പുറമേ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, ഒരു റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് എനേബിൾ ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്ത്, UPI ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ UPI ID-യുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വഴി പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോഴത്തെ ക്രെഡിറ്റ് കാർഡുകളിൽ, റുപ്പേ ക്രെഡിറ്റ് കാർഡുകളിൽ മെയിനായിട്ടും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. അതായത് ബേസിക്കലി നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആണ് ആവുന്നത് അല്ലേ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്താണ് ആ എമൗണ്ട് പോകുന്നത്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ UPI ID ആയിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മുടെ അത് ചോദിക്കും ക്രെഡിറ്റ് കാർഡിൽ നിന്നും പണം പോകണമോ അതോ നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോകണമോ. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതിൽ നിന്ന് പണം പോകണമെന്ന്. അപ്പോൾ റുപ്പേ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് എന്ത് ചെയ്യാം, UPI QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചോളുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും.